ഹായ് ഓൾ, ഇന്ന് നമുക്ക് കേക്ക് വ്ലോഗ് എന്നല്ല കേട്ടോ, ഒരു ഫാമിലി വ്ലോഗാണ്. എൻ്റെ സിസ്റ്ററിൻ്റെ ഹൗസ് വാമിംഗ് ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ലോഗ് കാണിക്കാം. നമ്മൾ സുബീക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ആ ഒരു 4:30-5 മണി ടൈമിലാണ് കേട്ടോ വീട്ടിൽ കയറുന്നത്. അപ്പോൾ വീടൊക്കെ ഓൾമോസ്റ്റ് ഫുൾ സെറ്റാണ്. നൈറ്റിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇതൊന്നും സെറ്റായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ. അപ്പോൾ ഇപ്പോഴാണ് എല്ലാം അറേഞ്ച് ചെയ്തത് നിങ്ങൾക്ക് കണ്ടിട്ടുള്ളത്. അപ്പോൾ അധികം പേരൊന്നുമില്ല, കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഈ ഒരു പാലുകാച്ചലിൻ്റെ പ്രോഗ്രാം ഒരു 10:30 ടൈമിലാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുത്തെ ഉപ്പാക്ക് പെട്ടെന്നൊരു സുബീക്ക് കയറിയാലോ എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്താണ് കേട്ടോ സുബീക്ക് എന്നുള്ളത്. അതുകൊണ്ട് അധികം പേരൊന്നുമില്ല, കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അവിടുത്തെ ഉപ്പയും പെങ്ങന്മാരും അതുപോലെ ഞങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ ഒരു ചടങ്ങിന്. അപ്പോൾ എല്ലാവരും കയറി. എന്താ പറയുക, നമ്മൾ ഒരുപാട് വർഷമായിട്ട് കാത്തിരുന്ന നല്ലൊരു നിമിഷമാണല്ലോ. അപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഹൗസ് വാമിങ്. ഇതിൻ്റെ പണി തീരാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന് ഇതിപ്പോൾ കയറിയപ്പോൾ വല്ലാത്തൊരു സന്തോഷം കേട്ടോ. അപ്പോൾ അവർ നിസ്കരിക്കാൻ തന്നിട്ടുണ്ട്. ഇവിടെ പാലുകാച്ചലിനുള്ള സെറ്റിങ്സൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇനി നമ്മൾ നട്ട്സും കാര്യങ്ങളൊക്കെ പ്ലേറ്റിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അധികം പേരൊന്നുമില്ലല്ലോ, കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. എന്നാലും നമ്മൾ കൊടുന്നതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. കുറച്ച് മതി എന്നൊക്കെ അവിടെ നിന്ന് ഉമ്മാർ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ഇത് ഫില്ല് ചെയ്യാമെന്നാണ് കേട്ടോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ അവിടെ നിന്ന് ഉമ്മ കലത്തപ്പവും ഉണ്ണിയപ്പമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒക്കെ ഒന്ന് പ്ലേറ്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പാലുകാച്ചിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ അധികം ആരുമില്ല കേട്ടോ. പുറത്ത് പണിക്കാർ തിരക്കും പിന്നെ കാറ്ററിംഗ് ടീംസിൻ്റെ തിരക്കൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിലേക്ക് അധികം പേരില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ വിചാരിച്ചു വീടിൻ്റെ ഫുൾ വീഡിയോസ് എടുക്കാമെന്നുള്ളത്. നമ്മൾ ആദ്യം എടുക്കാൻ നോക്കുമ്പോഴൊക്കെ ഇവിടെ ഫുൾ ഓരോരുത്തരും ഓരോ പണിക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഈ ഒരു ഗ്യാപ്പിലെടുത്ത വീഡിയോസാണ് കേട്ടോ ഇതെല്ലാം. ഈ ഒരു വീടിൻ്റെ ലാസ്റ്റ് വർക്ക്, അതുപോലെ കർട്ടൻ വർക്കായാലും ഫർണിച്ചറൊക്കെ വന്ന് ബാക്കി ഒരുപാട് കാര്യങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ ഫസ്റ്റാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ ആദ്യമേ പറയുന്നുണ്ട് ആദ്യം വീട് കാണണ്ട, ലാസ്റ്റ് സർപ്രൈസായിട്ട് ഒന്നിച്ച് കണ്ടാൽ മതി എന്നുള്ളത്. പക്ഷേ നമുക്കത് ഒന്നിച്ച് അവൾ പറഞ്ഞ പോലെ ലാസ്റ്റ് കണ്ടപ്പോഴാണ് കേട്ടോ ഈ ഒരു വീട് അത്രയും പെട്ടെന്ന് നമുക്ക് തന്നെ ഒരു ഞെട്ടലായി പോയത്. നമ്മൾ പെട്ടെന്ന് ഓരോന്നും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കിട്ടില്ലല്ലോ. അപ്പോൾ ഫർണിച്ചറൊക്കെ വന്ന് എല്ലാം സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് വീഡിയോ ആണ്. നമ്മൾ ബെഡ് കവറൊന്നും ഇട്ടിട്ടില്ല. നമ്മളിതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഷൂട്ടൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ കവർ ചെയ്തത്. അപ്പോൾ ഓരോ കോർണേഴ്സും വീഡിയോസ് എടുക്കണം. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ആൾ ഞാനല്ല കേട്ടോ, അനീത്തിയാണ്. അവളെ ഏൽപ്പിച്ചതാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ. അപ്പോൾ കിച്ചണൊക്കെ നമ്മൾ 2 ദിവസം മുന്നേ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ അന്ന് നമ്മൾ ഫ്രിഡ്ജും ഡിഷ് വാഷറും അതുപോലെ ഇലക്ട്രോണിക്സും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ പിന്നെയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തത് കാണുന്നത്. നമ്മൾ പോരുന്ന ആ ടൈമിൽ ഇതൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം സെറ്റായി. ഇപ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഗ്യാപ്പിൽ വീഡിയോ എടുത്തത് നന്നായി. പിന്നെ ഒരു മണിക്കൂറിന് ശേഷം പിന്നെ ഭയങ്കര തിരക്കായി പോയി. പിന്നെ എല്ലാവരും ഫാമിലീസ് എത്തി. പിന്നെ നമുക്ക് ഗ്യാപ്പ് എന്തായാലും എടുത്ത് നന്നായി തോന്നി. പിന്നെ നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ ഓരോ ഗ്യാപ്പിൽ ഓരോരുത്തരുണ്ടാവും. പിന്നെ അത് അവർക്കൊക്കെ ബുദ്ധിമുട്ടാവും. ഇതിപ്പോൾ നേരത്തെ എടുത്തതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഓരോന്നും എടുക്കാൻ പറ്റിയിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കുൻ്റെയൊക്കെ കുട്ടീസിൻ്റെ റൂം. അപ്പോൾ അവർക്ക് ഇതുപോലെ ബെഡ് വേണമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവളുടെ ടോയ്സൊക്കെ കറക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അവരെ വോളിൽ ഇതുപോലെ ഒരു ചെറിയൊരു പെയിൻറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് മാച്ചായിട്ട് അവരിഷ്ടം പറഞ്ഞ പോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഇത് പുറത്ത് മുകളിലൊരു ചെറിയൊരു ടെറസ് ഏരിയയാണ്. ഇതിലാണ് അവളെ നമ്മളെ ഡ്രസ്സ് അലക്കാനുള്ള കാര്യങ്ങളും വാഷിംഗ് മെഷീനും അതുപോലെ നമ്മളെ ഇൻവേർട്ടറിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ചെറിയൊരു ഏരിയയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ കാണിക്കുക എന്ന് പറയുമ്പോൾ വീടിൻ്റെ എല്ലാ കോർണേഴ്സും കാണിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഫുൾ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും പാലുകാച്ചലിൻ്റെ ആ ഒരു എൻട്രി. ഇതിപ്പോൾ ഒരു 10-11 മണിക്ക് തന്നെയാണ് കേട്ടോ കറക്റ്റായിട്ട് ഉള്ളത്. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കേക്ക് അവർ കയറി പിന്നെ ആ ഒരു നല്ല തിരക്കാവണതിൻ്റെ മുന്നേ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫാമിലി അവരെ ഫാമിലി എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും എത്തിയിട്ടൊന്നുമില്ല കേട്ടോ, കുറച്ച് പേര് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം തിരക്കാകുമ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ട് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നമ്മളിപ്പോഴേ കട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത് കേട്ടോ. നമ്മൾ തലേന്നേ വന്നതുകൊണ്ട് നമുക്ക് കേക്കിൽ ഒരുപാട് ഡെക്കറേഷൻ ചെയ്യാനുള്ളൊരു ടൈമില്ല.
പിന്നെ നമുക്ക് എഡിബിൾ അല്ല ഞാൻ ചെയ്തിട്ടുള്ളത്, നോൺ എഡിബിളാണ്. അപ്പോൾ ഈ പേപ്പർ കട്ട് ചെയ്യുമ്പോൾ പോരുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ തലേന്ന് പോരാനുള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സെറ്റിങ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണ്ടൻറ്റ് വെക്കാനുള്ളൊരു ടൈമില്ല. പിന്നെ നമുക്ക് നേരത്തെ പോകുന്നതുകൊണ്ട് അതിനുള്ളൊരു ഗ്യാപ്പൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കേക്ക് കട്ടിങ്ങും പ്രോഗ്രാമൊക്കെ കഴിയുമ്പോൾ തന്നെ പിന്നെ അങ്ങോട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇത്ര മാത്രമേ നമുക്ക് നമ്മളൊരു ഫാമിലിയുടെ ഒരു ക്ലിപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അധികമൊന്നും നമുക്ക് ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ കേക്ക് ഇവിടെ അത്യാവശ്യം പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ലൈൻസ് ഇട്ടിട്ട് അവർക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മളെ ലിസ്റ്റിൽ ഞാൻ മാത്രമാണ് കേക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് കട്ടിങ് ഇവിടെ വേറെ ആർക്കും അറിയില്ല കേട്ടോ. ഞാൻ സർപ്രൈസായിട്ട് കൊടുത്തതാണ്. സിസ്റ്ററിൻ്റെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ആരുടെ അടുത്തും നമ്മൾ പറഞ്ഞിട്ടില്ല. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ലെവലായി വന്നപ്പോക്കിന് ഇവിടെ കാറ്ററിംഗ് ടീംസും അതുപോലെ ജ്യൂസും കാര്യങ്ങളും വെൽക്കം എല്ലാം സെറ്റായിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോഴാണ് ഈ ഒരു കാറ്ററിംഗ് ടീംസിൻ്റെ വക ഒരു കേക്ക് ഉണ്ട്. അവർ പിന്നെയാണ് കേട്ടോ അത് പറയണത്. അപ്പോൾ അവരത് നമ്മൾ എഡിബിളായിട്ടുള്ള പ്രിൻ്റാണ് വെച്ചിട്ടുള്ളത്, വീടിൻ്റെ പിക്ക് വെച്ചിട്ടുണ്ട്. ഇത് അവർ സർപ്രൈസായിട്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ അത് പുറത്ത് തന്നെ വെച്ചിട്ട് കട്ട് ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു. അവരവിടെ നമുക്കായിട്ട് നമ്മളെ വീഡിയോസ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പ്രതീക്ഷിക്കാത്തൊരു കേക്ക് കട്ടിങ് ആയിരുന്നു. അപ്പോൾ അവർ വീടിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഫുൾ ഫുഡിൻ്റെ തിരക്കായി. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കലായി. പിന്നെ നമുക്ക് ഫാമിലി ഫോട്ടോസോ അത് പിന്നെ വീഡിയോ ഫോട്ടോസോ ഒന്നും എടുത്തിട്ടില്ല. ഈ ഒരു ക്ലിപ്പ് എടുത്തതിന് ശേഷം ഞാൻ പിന്നെ വീഡിയോ എടുക്കലൊക്കെ നിർത്തിയിട്ടോ. കാരണം പിന്നെ നമുക്കൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഓരോരോ ഫാമിലി കസിൻസും എല്ലാവരും വരുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും സംസാരിച്ചിരിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണിയും മന്തിയും ചിക്കനും ബീഫും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഡെസേർട്ടായിട്ട് ഗുലാബ് ജാമുനും അതുപോലെ വാനില ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് മധുരം തീരെ താല്പര്യമില്ല. കാരണം 2 കേക്കും കഴിച്ചിട്ട് ഞാൻ ഓൾറെഡി മത്തായിരുന്നു. ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് തിരിച്ചു പോന്നിട്ടുണ്ട്.